ഒരു രാക്ഷസൻ സൃഷ്ടിച്ച മാരണഹോമം പച്ചപ്പുള്ള ഗ്രാമങ്ങളെ തന്നെ ശ്മശാനങ്ങളാക്കി മാറ്റിവിട്ടു. ആ നരമേധം എത്ര ഭയാനകമായിരുന്നുവെന്നാൽ മനുഷ്യരുടെ അടയാളങ്ങൾ പൂർണ്ണമായും മറഞ്ഞുപോയി. ആ ശ്മശാനങ്ങളുടെ മുകളിൽ കനത്ത വനങ്ങൾ മുളച്ചുപൊന്തി. അത്ഭുതകരമായ കാര്യം, ഈ ഭീകരമായ മാറ്റം മൂലം അന്തരീക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് 7 മില്യൺ ടൺ കാർബൺ ഡയോക്സൈഡ് നീക്കം ചെയ്യപ്പെട്ടു എന്നാണ് ഇന്നത്തെ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ പറയുന്നത്. ലോകത്ത് ഏറ്റവും ഭയാനകമായ വിനാശം സൃഷ്ടിച്ച ഒരു ക്രൂരൻ തനിക്കറിയാതെയും പരിസ്ഥിതിക്ക് ഒരു വലിയ ഉപകാരം ചെയ്തുപോയി. അവന്റെ വാളിന്റെ അറയിൽ, ഭയത്തിന്റെ പിടിയിൽ ഒരു കാലത്ത് ലോകത്തിന്റെ 22% ഭൂപ്രദേശം തകർന്നുപോയി. ചരിത്ര പുസ്തകങ്ങളിൽ എത്രയോ ഇരുണ്ട രഹസ്യങ്ങൾ മറച്ചുവെച്ച ആ ഏറ്റവും ക്രൂരമായ മംഗോളിയൻ ഭരണാധികാരി മറ്റാരുമല്ല, ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുതരം വിറയലുണ്ടാവുന്നു. എണ്ണമില്ലാത്ത ജനങ്ങളെ നിഷ്കരുണം വെട്ടിക്കൊന്ന ഒരു രാക്ഷസന്റെ രൂപം കണ്ണിനു മുന്നിൽ തെളിയുന്നു. അവന്റെ രാക്ഷസത്വത്തിന് ഒരു ചെറിയ ഉദാഹരണം. ഒറ്റയാജ്ഞ, വെറും 1 മണിക്കൂർ സമയം, ആ രാജ്യത്തിലെ 80% ജനസംഖ്യ തുടച്ചുമാറ്റപ്പെട്ടു. 17,000-ൽ നിന്ന് 50,000 വരെ ജീവനുകൾ വായുവിൽ കലർന്നുപോയി. ഈ ക്രൂരരാജാവിനുള്ള മറ്റൊരു ഭയാനകമായ മുഖം, പ്രതികാരം. ഇറാനിലെ നിഷാപൂർ നഗരത്തിൽ അവന്റെ മകളുടെ ഭർത്താവിനെ ആരോ ഒരു വില്ലുകാരൻ ബാണം കൊണ്ട് വെടിവെച്ചു കൊന്നു. ആ വാർത്ത കേട്ട ചെങ്കിസ് ഖാന്റെ രക്തം തിപ്പിച്ചു. ആ അളിയന്റെ മരണത്തിന് പകരം വീട്ടാൻ നിഷാപൂർ നഗരത്തിലെ ജനങ്ങളെല്ലാവരെയും ഏറ്റവും ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു. മനുഷ്യർ മാത്രമല്ല, ആ തെരുവുകളിൽ നടക്കുന്ന നായ്ക്കളെയും പൂച്ചകളെയും പോലും വിട്ടില്ല. ആ നഗരത്തിൽ ജീവനുണ്ടായിരുന്ന എല്ലാത്തിനെയും നശിപ്പിച്ചു. ഭാവിയിൽ തന്റെ കുടുംബത്തിലേക്ക് കണ്ണുയർത്തി നോക്കിയാൽ മതി, ശത്രുക്കളുടെ ഹൃദയങ്ങൾ പൊട്ടിപ്പോകുന്ന വിധം താൻ വെട്ടിക്കൊന്ന മനുഷ്യരുടെ തലകൾ കൊണ്ട് ഒരു വലിയ പിരമിഡ് നിർമ്മിക്കുകയും ചെയ്തു. വിചിത്രമായ കാര്യം, ചരിത്ര പുസ്തകങ്ങളിൽ ഇത്ര ഭയാനകമായ സത്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ലോകത്തിന് അവനൊരു വില്ലൻ. പക്ഷേ മംഗോളിയ ദേശത്തിന് അവനൊരു ദൈവം. അവിടെ അവനെ വെറും ചരിത്രവീരനായി മാത്രം കാണുന്നില്ല, മംഗോളിയ ജനതയുടെ പിതാമഹനായി ആരാധിക്കുന്നു. ഉത്തര ചൈനയിൽ അവനൊരു ക്ഷേത്രം പോലുമുണ്ട്. അവിടെ അവനെ ഭഗവാനെ പോലെ ആരാധിക്കുന്നു. 20-ാം നൂറ്റാണ്ടിൽ സോവിയറ്റ് യൂണിയൻ ഭരണകാലത്ത് മംഗോളിയയിൽ അവന്റെ പേരുപോലും ഉയർത്തുന്നത് കുറ്റകൃത്യമായിരുന്നു. എന്നാൽ അവന്റെ ചരിത്രം എത്ര വലിയ സംചലനമുണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാവും. അടിസ്ഥാനപരമായി ഒരു മനുഷ്യനിൽ ഇത്രയധികം ക്രൂരത ഉയർന്നു വന്നതെന്തുകൊണ്ട്? ഈ യോദ്ധാവിന്റെ യാത്ര 1172-ൽ ആരംഭിച്ചു. മംഗോളിയയുടെ വടക്കൻ ഭാഗത്തുള്ള ഒനൻ നദിയുടെ തീരത്ത് ഒരു ചെറിയ ഗോത്രത്തിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് അവന്റെ പേര് ചെങ്കിസ് ഖാൻ അല്ല, വെറും തെമൂജിൻ. അമ്മ ഹോയലുൻ, അച്ഛൻ യസുഗേ. ആ കുടുംബത്തിൽ തെമൂജിനോടൊപ്പം 3 സഹോദരങ്ങൾ, 1 സഹോദരി, 2 പിതൃവിത്യപുത്രന്മാരുണ്ടായിരുന്നു. ചെങ്കിസ് ഖാൻ ഒരു മഹാരാജാവാനുള്ള അടിത്തറ 7 വയസ്സിലെ രൂപപ്പെട്ടു. അച്ഛനോടൊപ്പം തന്നെ യുദ്ധതന്ത്രങ്ങൾ പഠിക്കാൻ തുടങ്ങി. പക്ഷേ അവന്റെ ബാല്യം പൂക്കളുടെ പരവന്താനിയിൽ നടന്നതല്ല. 10 വയസ്സിൽ തന്നെ ശത്രുക്കൾ അച്ഛന് വിഷം നൽകിക്കൊന്നു. നേതാവില്ലാത്ത ആ കുടുംബത്തെ ഗോത്രത്തിലെ ജനങ്ങൾ വനത്തിലേക്ക് ഓടിച്ചു. മരണവും ജീവനും തമ്മിലുള്ള ഭയാനകമായ പോരാട്ടം. തിന്നാൻ ഭക്ഷണമില്ല, സഹായിക്കാൻ ആരുമില്ല. ഒരു ഘട്ടത്തിൽ അസംസ്കൃത മാംസം തിന്ന് ജീവിച്ചു. ആ ഇരുണ്ട ദിനങ്ങൾ ഓർത്ത് പിന്നീടവനൊരു വാക്കു പറഞ്ഞു: എന്റെ അച്ഛനെ കൊന്നു, എന്റെ സ്വന്തക്കാർ എന്നെ ഉപേക്ഷിച്ചു, വിശപ്പോടെ അലഞ്ഞു, അസംസ്കൃത മാംസം തിന്നു. ആ വേദനകളാണ് എന്നെ രൂപപ്പെടുത്തിയത്. ലോകത്ത് ജയിക്കാനുള്ള ശക്തി എന്റെ രക്തനാടികളിൽ നിറച്ചത്. 9 വയസ്സിലാണ് തെമൂജിന് 10 വയസ്സുള്ള ബോർട്ടെ എന്ന പെൺകുട്ടിയോട് വിവാഹം നടന്നത്. അവളെ ജീവനായി സ്നേഹിച്ചു. 12 വയസ്സു വരുമ്പോൾ ജീവിതത്തിൽ മറ്റൊരു വലിയ പ്രഹരമേറ്റു. അയൽ ഗോത്രക്കാർ അവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. അപ്പോഴേക്കും ഒരു സാധാരണ ബാലനുള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു ക്രൂര യോദ്ധാവ് ഉണർന്നു. ഭാര്യയെ രക്ഷിക്കാൻ ചെറിയ പ്രായത്തിൽ തന്നെ ചുറ്റുമുള്ള ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് ശത്രുക്കളുടെ നേരെ യുദ്ധം ചെയ്ത് വിജയിച്ചു. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തെമൂജിന് സ്വന്തം അണ്ണൻ ജമുക്കു എന്നും പിന്തുണയായിരുന്നു. അച്ഛന്റെ മരണത്തിനു ശേഷം സ്ഥിതി തലകീഴായി.
പിന്തുണയായിരിക്കേണ്ട സ്വന്തം അണ്ണൻ ശത്രുവായി മാറി. ഇരുവരും തമ്മിൽ ഭയാനകമായ യുദ്ധമുണ്ടായി. അതിൽ തെമൂജിൻ വിജയിച്ചു. 17 വയസ്സുപോലുമാകാത്ത ആ യുവാവ് സ്വന്തം അണ്ണനെ ഏറ്റവും ക്രൂരമായി കൊന്നൊടുക്കി. ചെറിയ പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടിട്ടും നേതൃഗുണങ്ങൾ അവനിൽ ജന്മനാ ഉണ്ടായിരുന്നു. തന്റെ ബുദ്ധിപൂർവമായ നീക്കങ്ങളോടെ ഓരോ പ്രദേശവും കീഴടക്കി മുന്നേറി. അവന്റെ പരാക്രമം കണ്ട് മംഗോളിയക്കാർ അവനെ തങ്ങളുടെ നേതാവായി അംഗീകരിച്ചു. ഏകദേശം 30,33 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശം കീഴടക്കിയ ശേഷം എല്ലാ ഗോത്ര നേതാക്കളും ഒന്നിച്ച് തെമൂജിൻ എന്ന പേര് മാറ്റി അവന് ചെങ്കിസ് ഖാൻ എന്ന ബിരുദം നൽകി. ആ പേര് ഇന്നും ലോകമെങ്ങും മുഴങ്ങുന്നു. 1206 മുതൽ 1227 വരെ വെറും ശാരീരിക ബലവും ബുദ്ധിബലവും കൊണ്ട് ചൈന, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഹംഗറി, അഫ്ഗാനിസ്ഥാൻ, ആഫ്രിക്ക, റഷ്യ, വടക്കൻ സൈബീരിയ, ബൾഗേറിയ തുടങ്ങി ലോകത്തിന്റെ 22% ഭൂപ്രദേശം തന്റെ പിടിയിലാക്കി. പലരും കരുതുന്നത് ചെങ്കിസ് ഖാൻ തന്റെ വാളിന്റെ ബലം മാത്രം ഉപയോഗിച്ചാണ് ഇത്ര വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്നാണ്. അത് പൂർണ്ണ സത്യമല്ല. അവൻ അതിശയകരമാം വിധം ബുദ്ധിമാനായിരുന്നു. ശത്രുരാജ്യങ്ങൾ കീഴടക്കാൻ വാളുകൾ മാത്രമല്ല, സ്വന്തം പുത്രിമാരെയും മൂർച്ചയുള്ള ആയുധമാക്കി ഉപയോഗിച്ചു. അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാരെ ഭീഷണിപ്പെടുത്തി പുത്രിമാരെ വിവാഹം ചെയ്തു കൊടുത്തു. ആ രാജാവിന് ഇതിനകം വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യ ഭാര്യയെ കൊല്ലിച്ചു. പിന്നീട് യുദ്ധം വന്ന ഓരോ തവണയും തന്റെ അളിയന്മാരെ സൈന്യത്തിന്റെ മുൻനിരയിൽ നിർത്തി. അവർ യുദ്ധത്തിൽ മരിച്ചാൽ ആ രാജ്യങ്ങളിൽ തന്റെ പുത്രിമാരെ രാജ്ഞിമാരാക്കി. ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് എത്രയോ രാജ്യങ്ങളെ മംഗോളിയൻ സാമ്രാജ്യത്തിൽ ലയിപ്പിച്ചു. ചെങ്കിസ് ഖാന്റെ വിജയങ്ങൾക്ക് പിന്നിൽ ക്രൂരത മാത്രമല്ല, ആരും ചിന്തിക്കാത്ത അതിശയകരമായ സൈനിക തന്ത്രങ്ങളുമുണ്ടായിരുന്നു. അവൻ വിദ്യാഭ്യാസം നേടിയില്ലെങ്കിലും അവന്റെ ബുദ്ധി വളരെ മൂർച്ചയുള്ളതായിരുന്നു. ചൈനക്കാർക്ക് ഗൺ പൗഡർ അറിയാമായിരുന്നു. പക്ഷേ ആ മരുന്നുകൊണ്ട് വലിയ കോട്ടമതിലുകൾ തകർക്കാമെന്നാദ്യം ചിന്തിച്ചത് അവനാണ്. ആ തന്ത്രമുപയോഗിച്ച് ചൈനയിലെ മഹാഭിത്തിയിൽ വിടവുകളുണ്ടാക്കി സൈന്യത്തെ അകത്തയച്ചു. അതുപോലെ ചൈനയിലെ ചരിത്രകാരന്മാരുടെ കണക്ക് പ്രകാരം അവൻ ഏകദേശം 500 ഭാര്യമാരുണ്ടായിരുന്നു. ഇന്നത്തെ ഏഷ്യാഖണ്ഡത്തിൽ ജീവിക്കുന്നവരിൽ 8% പേരുടെ ശരീരത്തിൽ ചെങ്കിസ് ഖാന്റെ ക്രോമസോമുകളുണ്ടെന്ന് ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ലോകത്തെല്ലാ 200-ൽ ഒരാൾ ചെങ്കിസ് ഖാന്റെ വംശജനാണ്. എങ്കിൽ ക്രൂരതയുടെ പര്യായമായ ഈ മഹാരാജാവിന്റെ സാമ്രാജ്യം എങ്ങനെ അവസാനിച്ചു? ചെങ്കിസ് ഖാൻ മരണത്തിനു മുമ്പേ മകൻ ഒഗതായ് ഖാനെ പിന്തുണയായി പ്രഖ്യാപിച്ച് സാമ്രാജ്യം മക്കൾക്കും പേരക്കുട്ടികൾക്കും വീതിച്ചുകൊടുത്തു. പശ്ചിമജിയ പ്രദേശം കീഴടക്കിയ ശേഷം 1227-ൽ അവൻ കണ്ണടച്ചു. ഏഷ്യയെയും യൂറോപ്പിനെയും നടുക്കിയ ഈ രാജാവ് വിചിത്രമായി തന്റെ ഭരണകാലത്ത് ജനങ്ങൾക്ക് പൂർണ്ണ മതസ്വാതന്ത്ര്യം നൽകിയിരുന്നു. അതുകൊണ്ടുതന്നെ അത്ര വലിയ സാമ്രാജ്യം ഭരിക്കാൻ അവന് സാധിച്ചു. അവൻ രക്തം കുടിക്കുന്ന രാക്ഷസനായിരിക്കാം, ഏറ്റവും ക്രൂരനായിരിക്കാം. അക്കാലത്തെ മറ്റു രാജാക്കന്മാരുമായി അവന് വലിയ വ്യത്യാസമില്ലായിരിക്കാം. പക്ഷേ വെറും 41 വയസ്സിൽ ഭൂമിയുടെ പകുതിക്ക് മുകളിലുള്ള സാമ്രാജ്യം നിർമ്മിച്ച അവന്റെ യാത്രയെ ചരിത്രം ഒരിക്കലും മറക്കില്ല. നദികളിലെ ഡാമുകൾ കണ്ട് അവ പൊട്ടിച്ചാൽ ശത്രുനഗരങ്ങൾ വെള്ളത്തിനടിയിലാവുമെന്ന് മനസ്സിലാക്കി. ചില ശ്രമങ്ങൾക്ക് ശേഷം ഈ തന്ത്രം അത്ഭുതമായി വിജയിച്ചു. താൻ ജയിച്ച ഓരോ പ്രദേശത്തു നിന്നും കലാകാരന്മാരെയും കഴിവുള്ളവരെയും സൈന്യത്തിൽ ചേർത്ത് അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി. അവന്റെ സാമ്രാജ്യത്തിൽ 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും വില്ലുവിദ്യയും കുതിരസവാരിയും പഠിപ്പിച്ചു. മംഗോളിയൻ സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം തുല്യമായി വേഗത്തിൽ കുതിരകൾ ഓടിക്കുന്നത് കണ്ട് ആ കാലത്തെ യൂറോപ്യക്കാർ പോലും അത്ഭുതപ്പെട്ടു. ഇങ്ങനെ തന്റെ തന്ത്രങ്ങളാലും പ്രതികാരാഗ്നിയാലും 1000-2215 ചൈന മുഴുവനും കീഴടക്കി. ബീജിംഗ് നഗരത്തെ നിലംപതിപ്പിച്ച് തന്റെ മാമന്റെ മരണത്തിന് പകരം വീട്ടി. 1000-2018-ൽ കാരാഖിതായ് സാമ്രാജ്യത്തിന് നേരെ ആക്രമണം നടത്തി. ഇത് ഇന്നത്തെ ദക്ഷിണ റഷ്യ പ്രദേശമാണ്. അവിടെ രാജാവ് ചെങ്കിസ് ഖാന്റെ ബന്ധുവിന്റെ ഭാവി ഭർത്താവിനെ കൊന്നു. ആ കോപത്തോടെ ആ സാമ്രാജ്യത്തെ തകർത്തു. പിന്നീട് അവന്റെ ദൃഷ്ടി ഖ്വാലിസ്മിയൻ സാമ്രാജ്യത്തിലേക്ക് തിരിഞ്ഞു. അതിന്റെ അതിർത്തികൾ ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ വഴി ഭാരതത്തിലെ സിന്ധു നദി വരെ വ്യാപിച്ചിരുന്നു. അന്നതിനെ ഇറാനിൽ നിന്ന് അലാവുദ്ദീൻ മുഹമ്മദ് ഷാ രണ്ടാമൻ ഭരിച്ചിരുന്നു.
ആ കാലത്ത് ഏഷ്യയിലെ പല രാജ്യങ്ങളും കീഴടക്കിയിരുന്ന തുർക്ക് മുസ്ലിം മഹാസാമ്രാജ്യത്തെയും ചെങ്കിസ് ഖാൻ മണ്ണോട് മണ്ണാക്കി. ചരിത്രത്തിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു അത്ഭുതകരമായ സത്യം അവന്റെ വംശവിസ്താരമാണ്. ഒരു മനുഷ്യന്റെ ശക്തിയെ അവൻ എത്ര മക്കളെ ഉണ്ടാക്കിയെന്നതിന്റെ അടിസ്ഥാനത്തിൽ അളക്കാമെന്ന് അവൻ ദൃഢമായി വിശ്വസിച്ചിരുന്നു.